പറയട്ടെ ഇൻട്രോ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങക്ക് കുംഭഭരണി പൂരാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാൻ അബീസുണ്ട്, ആദികുട്ടനുണ്ട്, ആമി പോയി ഗൈസ്. ഇന്ന് എന്റെ ബുഗാടിയുടെ പിരി പോയി ഗൈസ്. ഞാനതെങ്ങനെ കുത്താവോ? ഒറ്റക്കാദ്യമായിട്ട് പോവാണ്. ചേട്ടൻ എനിക്കത് സെറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ബുഗാഡിയുടെ പിരി പോയി എന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ ആഗ്രഹിച്ച് കുത്തിയൊരു സംഭവത്തിൻ്റെ പിരി പോയിട്ട് എൻ്റെ കാതിൻ്റെ ഞാൻ ആ കുത്തിയ ഹോൾ അടങ്ങി കഴിഞ്ഞ് ഞാൻ ഇത്ര വേദന സഹിച്ചത് വെറുതെ ആവില്ലേ എന്ന് ആലോചിച്ചിട്ടുള്ള സങ്കടമാണ്. അപ്പോൾ ഞാൻ അബ്ജേട്ടൻ അടുത്ത് ചോദിക്കണ്ട, അബ്ജേട്ടാ എന്തെങ്കിലും വഴിയുണ്ടോ എനിക്ക് അതിനുള്ളൊരു പിരി സംഘടിപ്പിച്ച് തരാൻ, അല്ലെങ്കിൽ വേറെ കമ്മൽ വാങ്ങിക്കാൻ എന്നൊക്കെ. അപ്പോൾ അബ്ജേട്ടൻ പറഞ്ഞു വാഷ് ബേസിലൊന്നും ഇപ്പോൾ തുറക്കാൻ പറ്റില്ല, നമുക്ക് നാളെ നോക്കാമെന്ന്. എന്ത് പറ്റി രമണ? ആദ്യം പൊന്നൂസും മാച്ചാ. അബ്ജേട്ടൻ മാച്ചേ അല്ല. അയ്യോ, എനിക്ക് നല്ല സങ്കടമുണ്ട്. ഒരു കമ്മലായിട്ട് മേടിക്കാൻ കിട്ടുമോ? അങ്ങനെ ഇന്നത്തെ മൂഡ് മൊത്തത്തിൽ അങ്ങോട്ട് പോയി കിട്ടിയിട്ടോ കാലത്ത് തന്നെ. അത് അങ്ങനെയല്ലേ നമുക്ക് ലേഡീസിന് ഇങ്ങനത്തെ മെയിനായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ചെയ്ത കാര്യങ്ങൾ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് സങ്കടമാവില്ലേ? അങ്ങനെ ഞങ്ങൾ നടന്ന അമ്പലത്തിലേക്ക് എത്തിയിട്ടോ. നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ അമ്പലം പൂവൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സാധാരണത്തെക്കാളും ഇപ്രാവശ്യം പ്രോഗ്രാംസൊക്കെ കുറച്ച് കുറവ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി തൊഴുതു. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പറ നിറച്ചു. നമ്മൾ മകര ചോദിക്കും, നമ്മുടെ നാട്ടിൽ പറ വരും, പക്ഷെ എനിക്ക് വീട്ടിൽ ഇപ്രാവശ്യം വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പറയൊക്കെ വെച്ചത് ഈ ചേച്ചിയുടെ അവിടെ നിന്ന് കുപ്പിയോളം വാങ്ങിക്കാൻ വന്നു കേട്ടോ. പൊന്നൂസിന്റെ കൈ കാണിച്ചു കൊടുത്തേ. പൊന്നൂസിന്റെ വള വേണ്ട, അത് പറഞ്ഞു ആദ്യം. ഇത് വള വേണാടാ, ഇത് വള വേണാടാ. അല്ല, നിന്റെ ഗേൾ ഫ്രണ്ട്സിന് കൊടുക്കാൻ. കൈ സാരില്ല, പൂരത്തിന് അങ്ങനെയൊക്കെ നമ്മൾ ഇടും. അമ്പലത്തിൽ പോയി വന്നു. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തല്ല, വർക്കിംഗ് ഡ്രസ് എടുത്തിട്ടു. ഡ്രസ് മാറിക്കോ, അവര് വരുമ്പോ നല്ല ഡ്രസ് ഇടാട്ടാ. നീ വേണേ കുറച്ച് ഡ്രസ് മാറിക്കൊരു ചേഞ്ചിന്. അപ്പൊ ഞാൻ വെള്ളപ്പം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ കറി വേഗം ഉണ്ടാക്കട്ടെ. ഷടപടേന്ന് കറി ഉണ്ടാക്കട്ടെ. അലക്കല് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തുടച്ചേരണം. യു ആർ മൈ അസിസ്റ്റന്റ് ടുഡേ. അല്ല, അല്ലെങ്കിൽ ആദ്യം എനിക്ക് എൻ്റെ അസിസ്റ്റന്റ് ചെയ്യായിട്ട് നിൽക്കാറ്. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവര് വരുമ്പോഴത്തേക്ക് ഞാൻ സെറ്റ് കൊണ്ട് വീണ്ടും എടുത്ത് കൊടുക്കും. ഞങ്ങൾക്ക് റീൽ എടുക്കണം, ഫോട്ടോസ് എടുക്കണം. തലേ ദിവസം ഉണ്ടല്ലോ, ഞാനൊരു ബ്ലൗസ് തയ്ക്കാൻ ഇരുന്നുകൊണ്ട് കുറേ പണികൾ എൻ്റെ ചുറ്റിപ്പോയിട്ടോ. കാരണം ഞാൻ മുകളിലൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്ന് തുടച്ചിടാന്നൊക്കെ കരുതിയതാണ്. പക്ഷെ ഒന്നിനും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല പൊന്നും അല്ലൂസും തലേ ദിവസം ആദ്യം വരാമെന്നൊക്കെ പറഞ്ഞതാ, പിന്നെ അവർ വരില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ ഒരു കൺഫ്യൂഷൻ അതിൻ്റെ ഇടയിൽ ഉണ്ടായി. പിന്നെ അവർ വൈകുന്നേരമാണ് കേട്ടോ അച്ചാച്ചൻ്റെ കൂടെ ഓട്ടോയിൽ വന്നത്. അപ്പോൾ ഈ ബ്ലൗസ് ഞാനും ഷഞ്ചിനും കൂടെ തയ്ച്ചതാണ്. ഞാനാണ് തയ്ച്ചത്, പക്ഷെ അവളാണ് എനിക്ക് വെട്ടിത്തരാനൊക്കെ ഉള്ള. എനിക്ക് ഒന്നും അറിയില്ല, എനിക്ക് ബ്ലൗസ് തയ്ക്കാനേ അറിയില്ല. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് വീണ് എനിക്ക് വാങ്ങിച്ചു തന്ന സെറ്റ് മുണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പെയർ ചെയ്ത് ബ്ലൗസ് വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഇത് ഉടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കുംഭഭരണിക്ക്. അപ്പോൾ പിന്നെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നമ്മൾ എന്തൊരു എഫേർട്ട് ഇടുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇത്രയും നേരം ഇരുന്നിട്ട് അത് ഞാൻ ഈ സംഭവം തയ്ച്ചു തീർത്ത. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം തയ്ക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സമയം വേണമല്ലോ. ഇതിന് കുറേ പീസസ് ഉണ്ട് ഗൈസ്. ബ്ലൗസ് തയ്ക്കുമ്പോൾ കുറേ പീസുകൾ വരും. അങ്ങനെ പിന്നെ ഞാൻ വരുന്നവർക്ക് നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊടുത്തു കേട്ടോ. കാരണം നല്ല ചൂടല്ലേ പുറത്ത്. സാധാരണത്തെ വർഷത്തേക്കാൾ ഇപ്രാവശ്യം ഇത്തിരി ചൂട് കുറവാന്ന് തന്നെ പറയണം കേട്ടോ.
അപ്പോൾ ഞങ്ങൾ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ തലേദിവസം ഞാൻ പോർക്കൊക്കെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സ്ട്രെസ്സാണ് ഗൈസ്. അവർ വരുമ്പോൾ അത് ഇഷ്ടപ്പെടില്ലേ, കൊളാവോ എന്നുള്ളൊരു ടെൻഷനാണ് എനിക്ക്. അതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്കറിയാം, എങ്കിൽ പോലും കാര്യത്തിനോട് അടുക്കുമ്പോൾ എനിക്ക് പേടി വരും, എനിക്ക് സ്ട്രെസ്സ് കയറി വരും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അമ്മമാരെ തന്നെ വേണമെന്നില്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, അപ്പം ഒരു ഹെൽപ്പിനുണ്ടാവുമല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വെക്കാനുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തന്നെ അത് ഡീൽ ചെയ്യാനായിട്ട് എനിക്ക് വലിയ പിടുത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവസാനത്തെ സമയമാകുമ്പോൾ ഞാൻ പറയാം അബ്ചേട്ടൻ്റെ അടുത്ത്, അബ്ചേട്ടൻ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ. പക്ഷെ അവസാനം സമയമാകുമ്പോൾ ഞാൻ പറയാം, അബ്ചേട്ടാ ബിരിയാണി പറഞ്ഞാലോ എന്ന് പറയൂ. അത് ശരിയാക്കണം ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ, അതൊരു സ്ട്രെസ്സാണ്, അവർക്ക് ഇഷ്ടപ്പെടില്ലേ എന്നുള്ളൊരു സ്ട്രെസ്സാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബിരിയാണി ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു ഇക്കയുടെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ബിരിയാണിയൊക്കെ കഴിച്ചു. ഇതേ പിള്ളേരെല്ലാവരും ഈ റൂമിലായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്ക് ഇന്നൊരു റെക്കോർഡിങ് ഉണ്ടായിരുന്നു. അവർ സ്കൂളിലൊരു മാതാവിൻ്റെ പാട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് അല്ലായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയേക്കായിരുന്നു കേട്ടോ. അങ്ങനെ മനുഷ്യേട്ടനും മെൽഫി ചേച്ചിയും പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ട്. പിന്നെ ഇവർ ഓഫീസിൽ നിന്ന് നേരെ വരാ ചെയ്തത്. അങ്ങനെ നിശാന്തേട്ടൻ, നീമ ചേച്ചി, വൈഗ, നിരഞ്ജന എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ചിന്ന ബാൻഡേജ് ഉണ്ടാ മോദക്കളാഞ്ചി. അങ്ങനെ മനുഷ്യരുടെ മെൽഫി ചേച്ചിയൊക്കെ ഭക്ഷണം കഴിച്ച് നേരെ ഓഫീസിലേക്ക് പോയിട്ടോ. ഞാൻ നേരത്തെ നീമ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു എന്നല്ല പറഞ്ഞു, നീമ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. നീമ ചേച്ചിക്ക് 4 മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പൂരപ്പറമ്പിൽ നിന്ന് പിന്നെ നേരെ ഇങ്ങോട്ട് വരാൻ ചെയ്തേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കാരണം അമ്മമാരൊക്കെ ഇങ്ങനെ എപ്പോഴല്ലേ കാണുള്ളൂ, അങ്ങനെ എപ്പോഴൊന്നും അവർ കാണാറില്ല. അങ്ങനെ പിന്നെ മുന്തിരി കഴിക്കുന്ന സമയം, സ്നാക്സ് കഴിക്കുന്ന ടൈമൊക്കെ ആയിരുന്നു. ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലും അവിടെ കൊണ്ടുവച്ചാൽ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെറുതെ സമയം പോണ്ട പിള്ളേർക്ക്. അങ്ങനെ അവരുടെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ കണ്ട് കുറച്ച് പേര് ഇരുന്ന് TV കാണുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ എക്സാം ടൈം ആയതുകൊണ്ട് പഠിപ്പിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവിടെ വന്നിരിക്കണ്ടേ. ഞാൻ കുറച്ച് നേരം പോലെ ഡ്രസ്സൊക്കെ മാറിയിട്ട് കിടക്കുക, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. മുഖമൊക്കെ കഴുകണം. അപ്പോൾ ഞാൻ വെച്ചിട്ട് 10 മിനിറ്റ് ഒരു പവർ നാപ്പ് എടുത്തിട്ട് എണീക്കാമെന്നു. കാരണം നമുക്ക് ഉഷാറായിട്ട് പൂരം കാണാൻ പോയി നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് നേരമൊക്കെ എടുത്തിട്ട് എണീക്കാട്ടോ. അമ്മയൊക്കെ പോയി. അമ്മ രാഗിണി അമ്മയും നിമ്മി ചേച്ചിയൊക്കെ പോയി. അവരൊന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അമ്മയും ശഞ്ജനയ്ക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഉറങ്ങട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ ഉറങ്ങിയൊന്നുമില്ല, പക്ഷെ ഒരു 10-15 മിനിറ്റ് കണ്ണടച്ച് അവിടെ കിടന്നായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡിയായി. അതിന് മുന്നേ ചായയും പലഹാരമൊക്കെ കഴിച്ചു. അച്ഛനും അമ്മയും വരുമ്പോൾ പൂരപ്പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചതേ ഞങ്ങൾ ഫുൾ ടീമായിട്ട് ഇതേ പൂരപ്പറമ്പിൽ പോവാ. കുഞ്ഞൊക്കെ അതേ വർത്താനം പറഞ്ഞ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ, ഞങ്ങളെ പൂരത്തിന് പോവാന്ന് പറഞ്ഞാൽ ജസ്റ്റ് പൂരത്തിന് പോകുന്നു, കുറച്ച് നേരം മേളം കേൾക്കുന്നു, തിരിച്ചു വരുന്നു. അത് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള സംഭവം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷനാണ് അത് കിട്ടിയിട്ടുള്ളൂ. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ്റെ പാരൻസ് അത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടായിരിക്കാം വേണമെങ്കിൽ. എൻ്റെ അച്ഛന് പിന്നെയും ഇത് ആസ്വദിക്കാറുണ്ട്. അമ്മയ്ക്കൊന്നും പൂരപ്പറമ്പിലൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയ ഓർമ്മകളൊന്നും. ഞങ്ങൾ സുകുമാമൻ്റെ വീട്ടിൽ, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരിക്കും, മുകളിലിരുന്ന് ഗാനമേള കാണും. അതൊക്കെയാണ് എൻ്റെ ചെറുപ്പത്തിലെ പൂരത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊരു ഓർമ്മ കുംഭഭരണീനെ പറ്റിയിട്ടില്ല കേട്ടോ. പണ്ട് തറവാട്ടിലേക്ക് നമ്മുടെ വേല വരുമായിരുന്നു. അത് നല്ലൊരു ഓർമ്മയാണ്. കാലത്താന്ന് തോന്നുന്നു വേല വരും. പിന്നെ അച്ഛമ്മയുടെ കൂടെയൊക്കെ അമ്പലത്തിലൊക്കെ പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ വേറെ വഴി കൂടെയൊക്കെ പോവാറ്. അങ്ങനെ അച്ഛമ്മേനൊക്കെ ചില സമയത്ത് മിസ്സാവും കേട്ടോ. അങ്ങനെ പണ്ടത്തെ കുട്ടിക്കാലത്ത് ഓർമ്മയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അവരുടെ മുഖമൊക്കെ അല്ല ഓർമ്മ വരുന്നത്. പണ്ട് അച്ഛനമ്മയൊക്കെ വഴക്ക് പറയുമ്പോൾ ഞാൻ അച്ഛമ്മേനെ പോയി കെട്ടിപ്പിടിച്ചേക്കിടന്ന് കരയാം. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ. അല്ല, നമുക്ക് ഇനി പൂരത്തിലേക്ക് വരാം. ഞാൻ കുറച്ച് നേരം മേളം നിങ്ങൾ കേട്ടിട്ട് വായോ. പിന്നെ മേളത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് ആസ്വദിക്കുന്നവരുടെ ഇത് പലതും പല പോലെയാണല്ലേ. എനിക്ക് മേളം ആസ്വദിക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ അടക്കി പിടിച്ച് ജീവിച്ചോടുന്ന ഒരാളായിരുന്നു ഒരു 3-4 വർഷം മുന്നേ വരെ. പക്ഷേ പിന്നീട് അതൊന്നും ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ഹാപ്പി ഒന്നും അല്ലായിരുന്നു. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഞാനൊരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാ പൂരപ്പറമ്പിലും പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേളം കേൾക്കാൻ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മറ്റുള്ളവർക്ക് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് അറിയില്ല. നമ്മളപ്പോൾ മേളത്തിൻ്റെ കൂടെ ചിലപ്പോൾ നൃത്തം ചെയ്യും, താളം പിടിക്കുകയൊക്കെ ചെയ്യും. അതൊരു നെഗറ്റീവായിട്ടാണ് ചിലവർ കാണുന്നത്. നമ്മുടെ നാട്ടുകാരായിരിക്കാം
ഞാൻ പറയുന്നില്ല ആരാന്നൊന്നും. അത് അവർ കണ്ടെത്തുന്ന സന്തോഷിക്കാനുള്ള ഓരോ മാർഗ്ഗങ്ങളല്ലേ. നമ്മുടെയൊക്കെ ലൈഫിൽ എന്തോരം ബുദ്ധിമുട്ട് കൂടെ നമ്മൾ കടന്നു പോകുന്ന നമ്മളിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്? പക്ഷെ എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞാനൊരു യൂട്യൂബ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിലപ്പോൾ ഒരു പക്ഷെ എനിക്ക് റീച്ച് കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ നെഗറ്റിവിറ്റി അല്ലേ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എൻ്റെ സന്തോഷമുള്ള മൊമെൻറ്റ്സ് ആണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് കരഞ്ഞ് പിഴിച്ചിരിക്കുന്ന സമയത്തൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, നമ്മൾ ആ മേളം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് ഒരാളെ കാണിക്കാനും ഒന്നിനും അല്ല. നമ്മുടെ ആസ്വാദന രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തിന് വിടാന്നുള്ളതാണ് പഠിക്കേണ്ടത്. അത് നമ്മുടെ മുന്നിലുള്ള ഒരു തലമുറേനെ ആയിരിക്കാം, അവർക്കായിരിക്കാം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവുക. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ. ചിലപ്പോൾ ആ ഓപ്പോസിറ്റുള്ള ആളെ സന്തോഷിക്കുന്ന രീതി വേറെ ആയിരിക്കാം. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ നാട്ടുകാർ പലരും പല പോലെ പറയും. പക്ഷെ അതിപ്പോൾ എന്നെ ബോധർ ചെയ്യുന്ന കാര്യമല്ല. കാരണം എനിക്ക് അഭിചേട്ടന് അതൊന്നും വലിയ പ്രശ്നമുള്ള ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ സന്തോഷിച്ച് നമ്മുടെ വീട്ടിലുള്ളവർ സന്തോഷിക്കുമ്പോഴാണ് നമ്മുടെ ഫാമിലിയിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ഇപ്പം ഞാൻ സന്തോഷിച്ചിരുന്ന ആളെ എൻ്റെ വീട്ടിലുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ എനിക്ക് പറ്റുള്ളൂ അല്ലേ? അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയ നമ്മുടെ ലൈഫ് തന്നെ കുറേ കാര്യങ്ങളിൽ ചേഞ്ച് ഉണ്ടാവും. അത് ഞാനിവിടെ പറയാൻ പല കാരണങ്ങളുണ്ട്. എന്താ കാരണം എന്നൊന്നും ഞാൻ പറയില്ല. ഇനി നിങ്ങൾ കുറച്ചു നേരം മേള ആസ്വദിച്ചിട്ട് വായട്ടാ. ഹലോ.
അങ്ങനെ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോ ദേശങ്ങളിലത്തെ വേല വരും കേട്ടോ. വേല എന്ന് പറയുമ്പോൾ കാളകളിയൊക്കെ വരുന്നത്, മുടിയാട്ടമൊക്കെ ഉണ്ടാവും. അങ്ങനെ അതെനിക്ക് തോന്നുന്ന പണ്ടത്തെ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലാണ് താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി കൊടുക്കാറുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചടങ്ങാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. കുറേ അമ്പലങ്ങളിൽ കുംഭഭരണി വേലയ്ക്ക് ഇങ്ങനത്തെ ചടങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പാലക്കാട് സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. പാലക്കാട് ഇതിനേക്കാളും നല്ല രീതിയിൽ വലിയ കാളയുടെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഇത് കാണാം. അങ്ങനെ പിന്നെ ഇപ്പം ഒന്ന് കുറേ നാളായിട്ട് വെടിക്കെട്ടൊന്നും അമ്പലത്തിൽ വലിയ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. പണ്ട് ഇലഞ്ഞിപ്പാടുണ്ട് ഞങ്ങളുടെ അവിടെയാണ് കേട്ടോ ഉണ്ടാവാറ്. അപ്പം ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിൽ പോകും. അപ്പോൾ അവിടെ അടുത്തുള്ള പാടാണ്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ വെടിക്കെട്ടൊക്കെ കാണാറുണ്ടായിരുന്നു. പിന്നെ വെടിക്കെട്ടിനൊക്കെ സാങ്ഷനൊന്നും അമ്പലങ്ങളിൽ കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെടിക്കെട്ടൊക്കെ അതേ ഇങ്ങനെ ചെറിയ അമ്മിട്ടിലും കാര്യങ്ങളിലൊക്കെ ഒതുങ്ങി കേട്ടോ. പിന്നെ കുംഭഭരണി പൂരത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് പേരെ കാണാറുണ്ട്, കൂടെ പഠിച്ച പിള്ളേരെയൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ അധികം പേരൊന്നും കണ്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലുള്ളവരെ, ഞങ്ങളുടെ കാഡേഴ്സിൻ്റെ പിള്ളേരെ, അങ്ങനെ നാട്ടിലുള്ള കുറേ ആൾക്കാരെ കണ്ടു. എല്ലാവരും കൂടെ ഞങ്ങൾ ഇപ്രാവശ്യം ഞാൻ സെൽഫി സ്റ്റിക്ക് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടിയായിരുന്നു. ഞങ്ങൾ നേരെ വൈകിട്ട് പൂരത്തിന് പൂരം മുറുകുന്ന സമയത്താണ് ഞങ്ങൾ പോവാറ്. പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ലേറ്റ് ആവും. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ കാളകളി കണ്ട് പിന്നെ ഏതോ ഒരു സെറ്റിൻ്റെ ഇത് വരും, ബാൻഡ് സെറ്റ്, അങ്ങനത്തെ പ്രോഗ്രാംസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ തിരിച്ച് വീട്ടിൽ വരുള്ളൂ. ഇപ്രാവശ്യം വീരനാട്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ആലിംഗലമ്മയുടെ ആയിരുന്നെങ്കിൽ ഇത്തവണ തൃപ്രയാറുള്ള ഒരു ടീമിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ സമയം ഏകദേശം 10 മണി 10:30 ആവും. അല്ലൂസിന് കൊണന്നാക്കി കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ചേട്ടനും അമ്മയും ചേട്ടനും ചേച്ചിയൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് പൂരപ്പലഹാരങ്ങളും അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെ കൊണന്നാക്കി കൊടുത്തിട്ടു. പിന്നെ പുന്നൂസിന് കുറച്ച് ഉറക്കമൊക്കെ വരുന്ന ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാളെ വർക്കിംഗ് ഡേ ആയിരുന്നു, അതും കൂടി ആയിരുന്നു. അല്ലെങ്കിൽ ഒരു ദിവസം നിർത്തിയിട്ട് കൊണ്ടുവന്നാക്കി കൊടുത്താൽ മതിയായിരുന്നു സാവധാനത്തിൽ. അങ്ങനെ പിന്നെ ഇത് സ്ഥിരമായിട്ടാണല്ലോ ഈ ബൊമ്മകൾ. പക്ഷെ എനിക്ക് പാവം തോന്നും കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ ചെറിയ മനുഷ്യന്മാരായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു അതിൽ കുറേ പേർക്ക് വയ്യാത്ത പോലെ നിൽക്കണ്ടായിരുന്നു. അവർ കമ്പൽസറി ആയിട്ട് കുറേ ആൾക്കാർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവരേതാണ്ട് പ്രഷർ ചെയ്തിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അവർ പെർമിഷനിൽ എടുത്താൽ ഓക്കെയാണ്. അവർ നിർബന്ധിച്ച് തോളത്ത് കൈയൊക്കെ ഇടിപ്പിച്ചിട്ടൊക്കെ ഫോട്ടോ എടുപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ ബാൻഡ് സെറ്റ് വന്നു. അടിപൊളി ടീമായിരുന്നു. ഞാനും വൈകിയും ഷഞ്ജിനൊക്കെ കൂടെ അവിടെ ഇരുന്ന് വൈബ് ചെയ്ത് നിന്നു. മിന്നും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആമി, നമ്മുടെ അന്നത്തെ ഇതിൽ കാണിച്ച മാലാക പിള്ളേരുണ്ടല്ലോ, അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ അവരുടെ വഴിക്ക് പോയിട്ടോ. പിന്നെ വീരനാട്യം കാണാനായിട്ടുള്ള സ്ഥലം സെറ്റപ്പ് ചെയ്ത് നിൽക്കായിരുന്നു. അവർ കയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തേക്ക് അവർ സ്ഥലം പിടിച്ചിട്ട് അവിടെ പോയി ഇരിക്കുക ചെയ്തേ. അതിന് ഈ പിള്ളേർ നല്ല രസമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നേ. എനിക്ക് പാട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പോർഷൻ മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങളത് കണ്ടിട്ട് പോയോ. യുഗസംക്രമങ്ങളും യജ്ഞദീപം കൊളുത്തുന്ന നാട്ടിൽ അശ്വതി ഭരണി കാർത്തികമാർ ചുറ്റുവിളക്കാടി പശ്ചിമ പാൽത്തിരകൾ പട്ടുകിടക്കലാകുന്ന ഈ വസന്തഭൂമിയുടെ തിരുനെറ്റിയിൽ കാരുണ്യ കടാക്ഷങ്ങൾക്ക് വേണ്ടി നിറമനസ്സോടെ തൊഴുകൈകളുമായി നിൽക്കുന്ന ഭക്തജന ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ അമൃതപക്ഷം ചെരിയുന്ന കരുണാമയായ തിരുവാണിക്കാവ് ഭഗവതിയുടെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി തൃപ്രയാർ സരയൂ കലാവേദി അവതരിപ്പിക്കുന്ന വീരനാട്യം വേദിയിൽ ആരംഭിക്കുകയാണ്. അങ്ങനെ പിന്നെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ പിള്ളേരെ അക്ഷയും ധീരജൊക്കെ ചേച്ചി ഇങ്ങോട്ട് വായോ, നമുക്ക് ഇവിടെ വൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിളിച്ച് ഞങ്ങൾ അവിടെ അടിച്ച് പൊളിച്ചു കേട്ടോ. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റിഗ്രറ്റ് തോന്നേയില്ല എന്ന് പറയില്ലേ.
ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. ചിലവരുടെയൊക്കെ വിചാരം പല ലഹരി ഉണ്ടെങ്കിൽ ഇതൊക്കെ കളിക്കാൻ പറ്റുന്ന, അങ്ങനത്തെ ചിന്തകളൊക്കെ മാറ്റി വെക്കുന്നേ. അതൊക്കെ വെറുതെയാണ്. നമുക്ക് ഇതിനോടൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എന്തും കളിക്കാൻ പറ്റും. അത് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ചിലവരത് വേറെ എന്തൊക്കെയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ചിന്തകൾ മാറ്റണ സമയമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ പിന്നെ ഇവർ ഇപ്പോൾ ഒക്കെ ഇങ്ങനെ വീരനാട്യത്തിന് പല കലാരൂപങ്ങളും അതിൻ്റെ ഇടയിൽ കൊണ്ടുവരുന്ന ഓരോ പരിപാടികൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം വെച്ചാൽ ഓരോ വർഷം തോറും വെറൈറ്റികളാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ അപ്പം എനിക്ക് പാട്ടൊന്നും ഇടാൻ പറ്റില്ല. നല്ല രസമുണ്ടായിരുന്നു. ഈ പാട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റിന് ഇഷ്യൂ വരും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇവരുടെ ഈ ധാവണി ഉണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ധാവണി അവർ എടുത്തേക്കുന്നത്. മറ്റേ എന്ത് ക്രേപ്പിൻ്റെ ഒക്കെ മെറ്റീരിയൽ വരുന്ന ഒരു മെറ്റീരിയലാണ് സംഭവം. പക്ഷെ അതിന് ഷോ ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇന്നത്തെ ഒരു കുംഭഭരണിയുടെ ഒരു ലാസ്റ്റ് ഘട്ടങ്ങളിലോട്ട് നമ്മൾ എത്തിത്തുടങ്ങി. അപ്പോൾ ഈ വീരനാട്യം ഒരു 10 മണി വരെയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. 10 മണി 10:15 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പഞ്ചവാദ്യം ഉണ്ടായിരുന്നു. അതും ഫുള്ളും നിന്ന് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ നമുക്ക് വന്ന് ഫുഡൊക്കെ കഴിക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ. കണ്ടോ, ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചെറിയ പോഷൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. കാണാൻ നല്ല രസമില്ലേ. നാട്ടിക്കല്ലേ ഇതല്ലേ. ബൈ. അങ്ങനെ പിന്നെ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകട്ടോ. സമയം അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നേ. അഭിച്ചേട്ടൻ എനിക്ക് അടിച്ചു വാരിയൊക്കെ തന്നു. പിന്നെ ഞാൻ തുടച്ചു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ ടൈല് ഒരു ക്രീം ഓഫ് വൈറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് വൃത്തിയാക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഇവർ പോയ ശേഷം ഞാൻ പിന്നെ തുടയ്ക്കാനൊക്കെ നിന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ആഘോഷങ്ങൾ കഴിയുമ്പോണ്ടല്ലോ ഭയങ്കര സങ്കടം ഉണ്ടാവും. അന്ന് ആ ദിവസം മൊത്തം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലേന്ന് ആലോചിച്ച് എൻ്റെ സന്തോഷം ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നേ. ബൈ ബൈ ഗൈസ്. ഇന്നത്തെ പൂരം ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. സമയം 12:45. ഞാൻ എൻ്റെ കാതുമ്മലത്തെ ഇത് ഊരിപ്പോയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടേക്കണം. ഇതിൻ്റെ ഈ ബോളില്ലേ അത് പോയി. എനിക്ക് എൻ്റെ കയ്യിൽ ഡയമണ്ടിൻ്റെ കമ്മലുകളാണ്. എനിക്ക് കുറേ കമ്മലുണ്ടെന്നല്ല കേട്ടോ. ഞാൻ കൂടുതൽ ഇങ്ങനെ ഇമിറ്റേഷൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കാറ്. അപ്പോൾ ഇത് മാത്രമേ ഒരു സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് ഡയമണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കളർ ഇങ്ങനെ പോവലില്ല. കളറല്ല പിരി അങ്ങനെ ലൂസാവലില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിരി ടൈറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത എനിക്ക് പോകുന്നില്ല. ഞാനൊന്ന് വിളിച്ചുകൊണ്ടിരിക്കേ ഇതിൻ്റെ ഈ സാധനം പോയി. എൻ്റെ കണ്ണി കൂടെയാണ് അത് പോയത്. മുഖം കഴുകുമ്പോൾ വാഷ് ബേസിനിൽ എങ്ങനെ എടുക്കാനാ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് അവർ മാറ്റിത്തരുമെന്ന് പറഞ്ഞു. പക്ഷെ ചാലക്കുടി വരെ പോകണം. എൻ്റെ കാതാണെങ്കിൽ അത് അടയൂല്ലേ. ഇനി നാളത്തേക്ക് ഞാനിത് ഇടാൻ പാടുപെട്ടാലോ. ഞാനിപ്പോൾ ആമീനെ കൊണ്ട് ഇതിങ്ങനെ കയറ്റിച്ചതാ. നല്ല സുഖം ഉണ്ടായിരുന്നു. ഇനി നാളെ കമ്മൽ മേടിച്ച് നാളെ തന്നെ ഇടണം. അല്ലെങ്കിൽ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് കുത്തിയ സാധനം ഓട്ടടഞ്ഞു പോവില്ലേ. ആ പൂരടിച്ചു പൊളിച്ചു കേട്ടോ. നല്ല രസം നടന്നു. എന്താ പറയുക, നമ്മുടെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അങ്ങനത്തെ കുറേ ആൾക്കാരെ കണ്ടു. എല്ലാവരും കൂടെ ഒരുമിച്ച് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. വയ്യാണ്ടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ അതായതുകൊണ്ട് ഇപ്പം അമ്മയും അബ്ചേട്ടൻ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എല്ലാത്തിനും കൂടെ. എങ്കിൽ പോലും അബ്ചേട്ടൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ. നന്നായി ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ക്ലീനൊക്കെ ചെയ്ത് ഇനി കിടക്കാൻ പോവാ കുളിച്ചിട്ട്. അപ്പം ഇത് കുത്തിയപ്പോഴേ എനിക്ക് തല കറങ്ങി.
വേദന എടുത്തിട്ട് തല കറങ്ങി. കുത്തിയപ്പോൾ പോലും എനിക്ക് തല കറങ്ങിയിട്ടില്ല, പക്ഷെ ഇതടിച്ച് കയറ്റിയപ്പോൾ നല്ല വേദന എടുത്തു. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങട്ടെ. നാളെ പിള്ളേർക്ക് സ്കൂളുണ്ട്, നാളെ സ്കൂളിൽ വരണം. അപ്പോൾ ഞാൻ ചോറൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. എന്താ പറയുക, കുരങ്ങൻ്റെ അതിൽ പൂമാല കിട്ടിയോണ്ട് എൻ്റെ കയ്യിൽ കുറേ ഫുട്ടേജസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കണം. അടുപ്പിച്ചിങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ കുറേ കണ്ടൻറ്റുകൾ സത്യം പറഞ്ഞാൽ ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ ചില സമയത്ത് മൈൻഡ് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അത്ര വലിയ എഡിറ്റിങ് സ്കില്ലുള്ള ആളൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളുള്ളത് ഞാനത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ എഡിറ്റിങ് അറിയണ അങ്ങനെ ആരും അങ്ങനെ എനിക്ക് പരിചയത്തിലില്ല. അപ്പോൾ പിന്നെ നമ്മളെന്നെ ചെയ്യാൻ, എനിക്ക് പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനൊരു വിഷമമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പോണു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുംഭഭരണി വേലയുടെ വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല വിഷമമുണ്ട്, ഇങ്ങനെ ഓരോ ഉത്സവങ്ങളൊക്കെ കഴിയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഈ ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണല്ലോ, അതൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.